ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഇൻകോർപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ കാര്യം എന്താണ്, ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റേഷൻ്റെ എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നൽകുന്നത്. അതിൽ ആദ്യമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ഭരണഘടന അല്ലെങ്കിൽ ചാർട്ടർ എന്നറിയപ്പെടുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇതിൽ പ്രധാനമായിട്ടും കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ്സ് ഉണ്ടായിരിക്കും കമ്പനീൻ്റെ, ഏത് കമ്പനി എവിടെയാണ് രജിസ്റ്റേർഡ് ചെയ്ത രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കും, കമ്പനീൻ്റെ ക്യാപിറ്റൽ പ്രധാനമായിട്ടും കമ്പനിയുടെ മാക്സിമം ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനീൻ്റെ ലാബിലിറ്റി, അതിലെ മെമ്പേഴ്സിന് എത്ര ലാബിലിറ്റി ഉണ്ടാവും, ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ്, എഗ്രിമെൻറ്റ് ഓഫ് പീപ്പിൾ ഹു ആർ അഗ്രീ ടു ഫോം എ കമ്പനി. അപ്പോൾ ഈ കമ്പനി ഫോം ചെയ്യാൻ മുൻകൈ എടുത്ത എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽസും ഇതുണ്ടായിരിക്കും, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വിച്ച് കണ്ടെയ്ൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ റിലേറ്റിംഗ് ടു ദ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഇത് തന്നെയാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആൻസർ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭരണഘടനയാണ്, ചാർട്ടറാണ്. എന്നാൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെന്ത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ബൈ ഷെയർസ് ടു ഫയൽ എ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഒരിക്കലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം അവർക്ക് എന്ത് ചെയ്താൽ മതി, ടേബിൾ എ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി രജിസ്ട്രാർക്ക്. അപ്പോൾ ഇത് നിർബന്ധം ആർക്കായിരിക്കും, അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ്. കമ്പനീൻ്റെ ഇന്റേണൽ മാറ്റേഴ്സ്, ഇന്റേണൽ ഓപ്പറേഷൻ, ഇന്റേണൽ മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പോയിന്റ് മാത്രം പറഞ്ഞത് എക്സ്പ്ലനേഷൻ ആണ്. വെറ്റിംഗ് ഓഫ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, പ്രിന്റിംഗ്, സ്റ്റാമ്പിംഗ് ആൻഡ് സൈനിങ് ദ സെയിം. ഇവിടെ പറയുന്നത്, ബിഫോർ പ്രൊസീഡിംഗ് വിത്ത് ദ പ്രിന്റിംഗ് ഓഫ് ദ മെമ്മോറാണ്ടം and articles of association of a company, it is usual for the promoters to approach the registrar of the companies concerned for vetting the draft മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. അതായത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ കമ്പനിയുടെ രജിസ്ട്രാർ എടുത്ത് അവരുടെ മെമ്മോറാണ്ടം അതുപോലെ തന്നെ ആർട്ടിക്കിൾസും കൊണ്ടു ചെല്ലും. എന്നിട്ട് അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് അവരെ കാണിക്കും. അവരെ കാണിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട്, ഒരു മാറ്റവും വരുത്തണ്ട എന്നാണ് രജിസ്ട്രാർ പറഞ്ഞെങ്കിൽ ദേ ഗോ അഹെഡ് വിത്ത് ദാറ്റ് വൺ. അല്ലെങ്കിൽ രജിസ്ട്രാർ ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ഈ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും മാറ്റം വരുത്തും. ഓക്കെ, അതിനാണ് വെറ്റിംഗ് ഓഫ് മെമ്മോറാണ്ടം ചെയ്യുന്നത്. ഇനി പറഞ്ഞ പ്രിന്റിംഗ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ടു ബി പ്രിന്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ്. ചില പ്രൊവിഷൻസ് ഉണ്ട്, ആ പ്രൊവിഷൻസ് അനുസരിച്ച് ആർട്ടിക്കിൾസ് മെമ്മോറാണ്ടം എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അത് എങ്ങനെ പ്രിന്റ് ചെയ്യണമെന്ന് ചില നിയമാവലികളുണ്ട്, അതനുസരിച്ച് പ്രിന്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റാമ്പിംഗ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രജിസ്റ്റേർഡ് ആക്കുക അല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. നോക്കാം, ഇറ്റ് ഈസ് ടു ബി സ്റ്റാമ്പഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാമ്പ് ലോ പ്രിവലന്റ് ഇൻ ദ സ്റ്റേറ്റ് വേർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി സിറ്റുവേറ്റഡ്. കമ്പനി എവിടെയാണ് സിറ്റുവേറ്റഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് ആ ഒരു ഡൊമൈസിൽ വെച്ചിട്ട് നമ്മളുടെ മെമ്മോറാണ്ടം എന്ത് ചെയ്യും, സ്റ്റാമ്പ് ചെയ്യും. അതായത് രജിസ്റ്റേർഡ് ചെയ്യും. നിങ്ങൾ നോട്ടറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ. പിന്നെ സൈനിങ് ഓഫ് MOA ആൻഡ് AOA. That is Memorandum of Association and Articles of Association. It will be signed by each subscriber. Each subscriber എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അവരെന്ത് ചെയ്യും, അതിൻ്റെ മെയിൻ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് അത് സൈൻ ചെയ്യണം. അതെങ്ങനെയാണ്, 7 ആളുകളാണെങ്കിൽ അതൊരു പബ്ലിക് ലിമിറ്റഡും, 2 ആളാണെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡും, ഒരാളാണെങ്കിൽ OPCയും. ആ അർത്ഥത്തിൽ അത് സൈൻ ചെയ്യണം. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡേറ്റിംഗ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. ഈ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസും അതിൻ്റെ ഡേറ്റിംഗ് കൊടുക്കുക, അതിന് ഡേറ്റ് കൊടുക്കുക എന്നാണ്. ഇറ്റ് ഈസ് ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ആർ ദെൻ ഡേറ്റഡ്, ബട്ട് ദ ഡേറ്റ് മസ്റ്റ് ബി എ ഡേറ്റ് ഓഫ് ദ സ്റ്റാമ്പിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റാമ്പിംഗ് ചെയ്യുന്ന ആ ഡേറ്റ് തന്നെ ആയിരിക്കണം അതിലെ ഡേറ്റ് ആകേണ്ടത്. അടുത്ത കോപ്പി ഓഫ് ദ പ്രപ്പോസ്ഡ് എഗ്രിമെൻ്റ് ആണ്. നോക്കുക, ഇഫ് എ കമ്പനി propose to enter into an agreement with any individual or for the appointment as a managing director or all-time director or manager, a copy of such agreement should be filed with the register of the company. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി മിക്കവാറും കമ്പനിക്ക് ഒരു മാനേജറെ അല്ലെങ്കിൽ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ഈ മാനേജറും
അല്ലെങ്കിൽ ഡയറക്ടറും കമ്പനിയും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. അയാളുടെ സ്കോപ്പ് ഓഫ് പവർ, അയാളുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു എഗ്രിമെൻ്റ് നമ്മൾ ആർക്കെതിരെ എന്ത് ചെയ്യണം, ആർക്ക് കൊടുക്കണം, രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്ത് പവർ ഓഫ് അറ്റോർണി. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ ചിലപ്പം ഡയറക്ടേഴ്സിന് എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് വേണ്ടി നേരിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില അധികാരങ്ങൾ ചില വ്യക്തികൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരായിരിക്കും കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പവർ ഓഫ് അറ്റോർണി എങ്ങനെയും കമ്പനി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും വേണം. ഓക്കെ, പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ നിയമപരമായി നമ്മളെ കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നതിന് അവർ കൊടുക്കുന്ന അധികാരമാണെന്ത്, നിയമപരമായ അധികാരമാണെന്ത്, പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺസെന്റ് ഓഫ് ദി ഡയറക്ടേഴ്സ് ആണ്. കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഈ ഡയറക്ടറുടെ കൺസെന്റ് ഇല്ലാതെ, സമ്മതമില്ലാതെ ഒരു ഡയറക്ടറെയോ അല്ലെങ്കിൽ ഒരു ഹോൾ ടൈം ഡയറക്ടറെയോ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ റിട്ടേൺ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളും നമ്മൾ രജിസ്ട്രേഷന് മുന്നേ കൺഫേം ആക്കണം. പിന്നെ പറയുന്നത് ദ ഫയലിംഗ് ഓഫ് ദ എഗ്രിമെന്റ്. എങ്ങനെയാണ് എഗ്രിമെന്റ് ഫയൽ ചെയ്യേണ്ടത്? കുറച്ച് എഗ്രിമെന്റ് ഫയൽ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ കമ്പനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു മാനേജിങ് ഡയറക്ടറെ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടറെ അതുപോലെ മാനേജറെ അപ്പോയിന്റ് ചെയ്യും. ഈ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇവരും കമ്പനിയും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. ആ എഗ്രിമെന്റിന്റെ ഒരു കോപ്പി ആരെടുത്ത് നമ്മൾ ഫയൽ ചെയ്യണം, രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്യണം. ദിസ് മാറ്റർ വി ഹാവ് ഡിസ്കസ്ഡ്. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നോട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് അഡ്രസ് മസ്റ്റ് ബി മെയ്ഡ്. ഇത് നമ്മൾ ചെയ്യണം. നമ്മൾക്ക് നോട്ടീസും മറ്റു കാര്യങ്ങൾ വരെയുള്ള അഡ്രസ്സ് കൊടുക്കണം. പിന്നെ പറയുന്നത് ഡോക്യുമെന്റ് ടു ബി ഫയൽഡ്. ഏതെല്ലാം ഡോക്യുമെന്റ് ആണ് ഫയൽ ചെയ്യേണ്ടത് അതൊന്നുകൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അവിടെ ഒന്ന് നമ്മളെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഡ്യൂലി സ്റ്റാമ്പ്ഡ് ചെയ്യണം. അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡ്യൂലി സ്റ്റാമ്പ് ചെയ്യണം. പിന്നെ പറയുന്നത് ഇഫ് ദ കമ്പനി പ്രൊപ്പോസ് അപ്പോയിന്റ് എനി പേഴ്സൺ ആസ് എം ഡി ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ എ കോപ്പി ഓഫ് എൻ എഗ്രിമെന്റ് ഇസ് ടു ബി എൻക്ലോസ്ഡ്. മൂന്നാമത് പറയുന്നത് നമ്മൾ കമ്പനി ആരെങ്കിലും ഡയറക്ടറായിട്ടോ മാനേജറായിട്ടോ ഹോൾ ടൈം ഡയറക്ടറായിട്ടോ വെക്കുകയാണെങ്കിൽ അയാളും കമ്പനിയും തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി നമ്മൾ ഫയൽ ചെയ്യണം. അതുതന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കോംപ്ലിയൻസ് ആണ്. കോംപ്ലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ. അത് നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കും എന്ന് പറയുന്ന ഒന്നാണ് എന്ത് ഡിക്ലറേഷന്. പിന്നെ പവർ ഓഫ് അറ്റോർണി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ഇഫ് ദ ആർട്ടിക്കിൾസ് of the public company having the share capital specify the name of directors, their written consent as an attachment. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ പേരും അഡ്രസ്സും ക്ലിയറായിട്ട്, അതുപോലെ തന്നെ അവരുടെ കൺസെൻറ്റും ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ പറയുന്നത് ഒറിജിനൽ ലെറ്റർ ഓഫ് അപ്രൂവിങ് ദ നെയിം ഓഫ് കമ്പനി. കമ്പനിക്ക് ഇന്ന പേര് കിട്ടി എന്ന് അല്ലേ, നമ്മൾ കമ്പനീൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് കമ്പനീൻ്റെ പേര് കൺഫേം ആക്കണം അല്ലേ, ആ പേരിൻ്റെ ഒറിജിനൽ കൺഫർമേഷൻ ലെറ്റർ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് നോട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പ്രൂഫ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഫയലിംഗ് ഫീസ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ റെഡിയാക്കണം ബിഫോർ ദ രജിസ്ട്രേഷൻ. പിന്നെ പറയുന്നത് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കോംപ്ലിയൻസ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എ ഡിക്ലറേഷൻ ടു ബി ഫയൽഡ് ഇൻ ദ ഫോം നമ്പർ ഓഫ് 8 വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസ്. ദിസ് ഇസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കോംപ്ലിയൻസ്. ദ പ്രൊമോട്ടേഴ്സ് മസ്റ്റ് ഫയൽ എ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ദ ഓൾ റിക്വയർമെന്റ് ഓഫ് ദ കമ്പനീസ് ആക്ട് ആൻഡ് ഇറ്റ്സ് റൂൾസ് റിലേറ്റിംഗ് ടു ദ രജിസ്ട്രേഷൻ ഹാവ് ബീൻ കോംപ്ലൈഡ് വിത്ത്. അതായത് കമ്പനി എല്ലാ തരത്തിലുള്ള ഏത് കമ്പനിയാണെങ്കിലും, നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിലും OPC ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ എക്സ്പ്ലനേഷൻ. ഇഫ് യു ഹാവിങ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് എക്സ്പ്ലനേഷൻ kindly WhatsApp me. Okay, thank you very much.